15 രീതിയിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ്. Tips and talk. Complete useful channel. ഹലോ ഫ്രണ്ട്സ്, ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 15ഓളം രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് $1 ബോണസായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മണി മേക്കിംഗ് വെബ്സൈറ്റുകളിൽ 2, 3, മാക്സിമം 4, അതിൽ 5 അതിൽ കൂടുതൽ ടാസ്കുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി 15ൽ പരം വ്യത്യസ്ത രീതിയിലുള്ള മണി മേക്കിംഗ് ഐഡിയാസുകളാണ് ഈ വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതാണ് വെബ്സൈറ്റ് എന്ന് നോക്കാം, എന്താണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വെബ്സൈറ്റിൻ്റെ ജെന്യൂനിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എത്രമാത്രം വിശ്വസനീയമാണ് ഈ വെബ്സൈറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് എല്ലാവർക്കും അറിയാം, ഗൂഗിളിൽ ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലൂടെ ഇതിൻ്റെ ജെന്യൂനിറ്റി നമുക്ക് എത്ര ഉണ്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ജെന്യൂനിറ്റിയെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ട്രസ്റ്റ് പൈലറ്റ് എന്ന വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇട്ട് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ ടൈംബക്സ് എന്ന ഈ വെബ്സൈറ്റിന് 4.7 റേറ്റിംഗ് ആണുള്ളത്. എക്സലൻ്റ് ആയിട്ട് 84% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ആവറേജ് ചെയ്തിട്ടുണ്ട്. ബാഡായിട്ട് ഉള്ളി 2 പേരാണ് ചെയ്തിട്ടുള്ളത്. സോ ഒരു കാരണവശാലും നമുക്കിത് പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഒരു കാരണവശാലും ഇതൊരു സ്കാം സൈറ്റല്ല. ഇതിൽ നിന്ന് വർക്ക് ചെയ്താൽ വരുമാനം ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് കമൻസുകൾ ഇതിൽ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. സോ ടൈംബക്സ് എന്ന ഈ വെബ്സൈറ്റിന് 4.7 റേറ്റിംഗ് ആണ്. ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം 4.7 റേറ്റിംഗ് ഉള്ള ഈ ടൈംബക്സ് എന്ന വെബ്സൈറ്റിലൂടെ എങ്ങനെ വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാനായി ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വന്ന് ചേരുക. ടൈംബക്സ് എന്ന ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇത് ആദ്യമായി സൈനപ്പ് ചെയ്യുക. അതിനായി നമ്മൾ ആദ്യം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ശേഷം താഴെ പാസ്വേഡ് നമ്മൾ കൊടുക്കുക. റിപ്പീറ്റ് പാസ്വേഡ്, ആ സെയിം പാസ്വേഡ് തന്നെ നമ്മൾ വീണ്ടും താഴെ കൊടുക്കുക. അതിനുശേഷം ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ള ആ ഒരു കോളം നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെക്യൂരിറ്റി നമ്മൾ ഫോളോ ചെയ്യുക. ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ഫോളോ ചെയ്ത് കൊടുക്കുക. ട്രാഫിക് ലൈറ്റ് ആണെങ്കിൽ ട്രാഫിക് ലൈറ്റ്, ഞാൻ ഇവിടെ ട്രാഫിക് ലൈറ്റാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെരിഫൈഡ് ആയി. അതിനുശേഷം നമ്മൾ സൈൻ അപ്പ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്തിരിക്കുകയാണ്. എഗ്രിമെൻ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ടൈംബക്സ് എന്ന വെബ്സൈറ്റ്. ഇവിടെ പരസ്യം ചില ആടുകളൊക്കെ വരും, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ സൈനപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ വാലറ്റിൽ $1 ബോണസായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. അത് നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ വർക്ക് ചെയ്ത് ഏൺ ചെയ്യുക. അപ്പോൾ ഇതിലെ വർക്ക് ചെയ്യാൻ പറ്റിയ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, സർവേകളാണ് മെയിനായിട്ടുള്ളത്. ആദ്യം ഇവിടെ താഴോട്ട് കാണുന്നു, ഒരുപാട് സർവേകളുണ്ട്. പീനട്ട് സർവേയൊക്കെ ബെസ്റ്റ് സർവേകളാണ്. സർവേ ടൈം, പോൾ ഫിഷ്, ഇതൊക്കെ ഫേമസ് സർവേ കമ്പനികളാണ്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ആരൊക്കെ റീസെൻ്റ്ലി സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് ഇന്ത്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് ഉണ്ട്. ഓക്കെ, അപ്പോൾ
അപ്പോൾ സർവേ ചെയ്യാൻ ആഗ്രഹമുള്ളവർ സർവേ ചെയ്യുക. സർവേയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 0.750 ആണ് ഒരു. അത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ സർവേക്കും. $1, ചിലത് $2, ചിലത് 50 സെൻറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അടുത്ത നെക്സ്റ്റ് നമ്മൾ കണ്ടൻറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതാണ് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. ഈ വർക്ക് ചെയ്യാൻ കഴിയാത്തവർ പിന്നെ ഒരു വർക്കും ചെയ്യാൻ കഴിയില്ല. സോ ഈ കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്ലിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഏൺ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓരോ അഡ്വർടൈസ്മെൻറ്റും ക്ലിക്ക് ചെയ്യുമ്പോൾ 0.4 സെൻസ് ആണ് കിട്ടുന്നത്. ഇവിടെ കാണാം 4, 3, 2, 1 അങ്ങനെ പല രീതിയിലുള്ള ഇവിടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഇതിന് 5 സെക്കൻഡുകൾ മതിയാവും. നമ്മൾ 5 മാക്സിമം ഒരു 10 സെക്കൻഡ്, അതിൽ കൂടുതലൊന്നും നമുക്കൊരു ആഡ് കാണാൻ നമുക്ക് ആവശ്യമില്ല. ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ഒരെണ്ണം കാണിച്ചു തരാം. ഇവിടെ വാലറ്റ് ശ്രദ്ധിക്കുക. വാലറ്റ് $1 ആണ്. നമ്മളിവിടെ ഒരു ആഡ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും. നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്യാൻ പാടില്ല, അതിങ്ങനെ ഇരിക്കുക. നമുക്ക് ഇടത് സൈഡിലായിട്ട് ടൈമർ ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 50. അത് ഈ 4 പോയിൻ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ 60 സെക്കൻഡിലേക്ക് പോയിരിക്കുന്നത്. അല്ലാതെ തന്നെ 1-2 പോയിന്റുകളാണെങ്കിൽ 5 സെക്കൻഡ് 10 സെക്കൻഡിനുള്ളിൽ ഇത് തീരുന്നതായിരിക്കും. എന്തായാലും ഓക്കെ. ഇതിവിടെ 60 സെക്കൻഡ് ആയിരുന്നു കാണിച്ചത്, ഏകദേശം 1 മിനിറ്റ്. നമ്മളത് ഹോൾഡ് ചെയ്ത് ഇടുക. 1 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. ഇവിടെ 18% ആയി. നമ്മൾ ജസ്റ്റ് ഈ ആഡ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. ആ ആഡിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ കഴിഞ്ഞിരിക്കുന്നു 5, 4, 3, 2. അതിനുശേഷം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇവിടെ ഉള്ള സംഭവം കഴിഞ്ഞു. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ കഴിയും വാലറ്റിൽ 1.004 കയറിയിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ക്ലിക്സുകളുണ്ട്, ആഡുകളുണ്ട്. ഇവിടെ കാണാൻ 4, 4, 4, 3, 3, 3, 2, 1. ഈ ഒരു സെൻസിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ 5 സെക്കൻഡ് സാധാരണ എടുക്കാറുള്ളൂ. ഓക്കെ, നോക്കൂ. 4, 3, 2, 1 കഴിഞ്ഞു. നമുക്ക് ആ ഒരു സെൻസ് ഇവിടെ കയറി കഴിഞ്ഞു. ഈസി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വർക്കുകളാണ്. അപ്പോൾ അത് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സ്ലൈഡ് ഷോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സ്ലൈഡ് ഷോ എടുക്കുക. അവിടെ ഇതുപോലുള്ള ഒരുപാട് സ്ലൈഡ് ഷോകൾ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഉള്ള ആൾറെഡി എക്സ്പയർ ആയി. 19 മണിക്കൂറും 49 മിനിറ്റിന് മുന്നേ ഇത് എക്സ്പയർ ആയി കഴിഞ്ഞു. സോ ചില സമയങ്ങളിൽ ഇതിൽ ഒരുപാട് സ്ലൈഡ് ഷോകൾ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ആൾറെഡി എക്സ്പയർ ആയി. അപ്പോൾ അതുവഴി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ടുള്ളത് ക്യാപ്ചയാണ്. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. അത് പക്ഷേ ഞാൻ ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ താഴെയായിട്ടുള്ളത് നൈറ്റ്ഫാൾ ന്യൂസിൻ്റെ, അതും ഒരു സർവേ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അത് ഏകദേശം ഒരു 40 ക്വസ്റ്റ്യനോളം ഉണ്ടാവും. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. അതിനുശേഷം എൻഗേജ്, ഇത് ഈ സൈറ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ ചെയ്യുക. അതൊരു വേറൊരു വെബ്സൈറ്റാണ്, അതിലേക്ക് പോവും. പിന്നെ പുഷ് ക്ലിക്ക്, ഇതും വേറൊരു വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ പോയി അവർ പറയുന്നത് എന്താണെന്ന് ചെയ്യുക. പിന്നെ ലാസ്റ്റായിട്ടുള്ളത് വീഡിയോ കാണുക, ഏൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസുകൾ കാണാൻ കഴിയും. അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ള നമ്മളെ വാച്ചിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് കാണാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 60 സെക്കൻഡ് നോക്കുക. സബ്സ്ക്രൈബ് ആൻഡ് 60 സെക്കൻഡ് വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുക. അതാണ് അത് 0.1 സെൻസ് ആണുള്ളത്. പക്ഷേ എന്നാലും പ്രശ്നമില്ല. നമ്മളൊരു 10 ചെയ്യണമ്പോൾ 10 സെൻസ് നമുക്ക് കിട്ടും. ഈസി ആയിട്ട് 60 സെക്കൻഡ് 1 മിനിറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അടുത്തതായി പോകുന്ന ടാസ്കിലേക്ക്. ടാസ്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് സൈനപ്പ്. അതിനും നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ആദ്യം നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. മെയിലാണോ ഫീമെയിൽ ആണോ കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ഇന്ത്യ, സ്റ്റേറ്റ് കേരള അടിച്ചു കൊടുക്കുക.
അപ്ഡേറ്റ് ചെയ്യുക, കൺഫർമേഷൻ വരും, കൺഫേം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് 100 സെൻസും കൂടെ ബോണസായി കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബോണസ് 1.100 ആണ്, നമ്മുടെ വാലറ്റിലുള്ളത് 1.105. നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത 415 ഈ 1.100. വീണ്ടും ടാസ്കിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാസ്കുകൾ ഒരുപാട് കാണാൻ കഴിയും. ഈ കാണുന്നതെല്ലാം ഓരോ ടാസ്കുകളാണ്. ടാസ്കിൻ്റെയും റേറ്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 0.75, 0.65 ഡിഫറൻ്റ് ആയിട്ട്. അതെല്ലാം 11 മിനിറ്റ്, 10 മിനിറ്റ്, 1 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടാസ്കുകളുണ്ട്. ടാസ്കുകൾ മീൻസ് ചിലത് അവർ പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ സൈനപ്പ് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അല്ലാണ്ട് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഷെയർ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ അപ്പ് ചെയ്യുക, അതിനൊക്കെ 10 സെൻസാണ് കിട്ടുന്നത്. 1 മിനിറ്റുള്ള വർക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ ഇതിലുണ്ട്. താഴോട്ട് കാണാം, ഒരുപാട് വർക്കുകൾ ഇതിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഏണിങ്സ് ചെയ്യാൻ പറ്റും. സബ്മിഷൻ, ഓക്കെ, ഡിസ്പാച്ച്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് സൈനപ്പാണ്. സൈനപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാസ്കുകൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് ഇവിടെ കാണാൻ കഴിയും. ഇത് ഈ കാണുന്ന വെബ്സൈറ്റിലാണ് പല പല കമ്പനികൾ. ഈ വൈസൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്രീലാൻസർ കമ്പനിയാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഈ റേറ്റുകൾ കിട്ടും. ഇവിടെ കാണാൻ കഴിയും. ഓരോന്നിനും പല പല റേറ്റുകളാണ്. 0.43, 0.40, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല രീതിയിലുള്ള റേറ്റുകളുണ്ട്. അതുവഴി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള ഏണിങ് അവിടെ നടക്കും. പിന്നെ അത് ടിക്ടോക്ക് എനിക്ക് അക്കൗണ്ട് ഇല്ല. നിങ്ങൾക്ക് ടിക്ടോക്ക് ഇപ്പോൾ ആൾറെഡി ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വിടാം. പിന്നെ ഉള്ളത് റെഫറലാണ്. ഇതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏൺ ചെയ്യാൻ പറ്റും. ഈ നിങ്ങളിവിടെ കാണുന്ന ഈ റെഫറൽ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുവഴി അവർ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറിയ പോയിന്റുകൾ ലഭിക്കുന്നതാണ്. പിന്നെ ഉള്ളത് റോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഇതൊരു നമ്പറാണ്. ഇതിൽ നമ്മുടെ ലോട്ടറി പോലത്തെ ഒരു സംഭവമാണ്. ഈ റോൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരാഴ്ച കഴിയണം. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ജോബ് ലിസ്റ്റിംഗ് ചില സമയങ്ങളിൽ ഇതിൽ ജോബുകൾ വരാറുണ്ട്, മൈക്രോ ജോബുകൾ. പക്ഷേ ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ ഓഫർ വാൾസ് എന്ന് പറഞ്ഞാൽ ഇതും പല പല കമ്പനികളാണ്. അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനും മറ്റുള്ള സൈറ്റുകളെല്ലാം ഉണ്ടാവും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതുവഴി നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കുക. ഇവിടെ കാണാൻ കഴിയും ഒരുപാട് വെബ്സൈറ്റുകൾ ഇവിടെ അതുപോലെ കാണിക്കുന്നുണ്ട്. നമ്മൾ കണ്ട ഇത് ക്യാഷ് എന്നുള്ള ഈ വെബ്സൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ടാസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 214 പോയിൻറ്റ്സാണ് കിട്ടുന്നത്. സോ അങ്ങനെ അതുവഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നീടുള്ളത് അലി എക്സ്പ്രസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആമസോൺ പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ മാർക്കറ്റാണ്. ഇവിടുത്തെ ഈ റെഫറൽ കോഡ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. പിന്നെ ലിങ്ക്, ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യൂട്യൂബിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും അയക്കുന്നു, ആ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കാതെ ആ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. ഈ ടൈംബക്സ് വഴി ഒരു പുതിയ ലിങ്ക് ജനറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോ കാണുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. പിന്നീടുള്ളത് സ്വീപ്പ് ടാസ്ക്. ഇതും ഒരു ലോട്ടറി പോലത്തെ സംഭവമാണ്. പക്ഷേ ഇത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചെയ്യുന്നെങ്കിൽ ചെയ്യാം. അതവിടെ കാണാൻ പറ്റും. പ്രീവിയസ് വിന്നറായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് കാണാം. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള 250 ഇന്ത്യൻസ് ഉണ്ടാവും. ഇന്ത്യൻസ് അവിടെ ഉണ്ട്. $5 ടിക്കറ്റ് ലാസ്റ്റ്. ഇതൊരു ലോട്ടറി ആണ്. $5 കിട്ടിയിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരാൾക്ക് ഇപ്പോൾ $5 കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്ക് $250 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചെയ്യുന്നെങ്കിൽ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് ഫുൾ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾ. നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ടൈംബക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനും ഏണിങ്സ് നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ പ്രീമിയം പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. അപ്ഗ്രേഡ് ചെയ്യുക, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ
ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. ഇവിടെ കാണാൻ കഴിയും, കണ്ടന്റ് ഉണ്ട്. കണ്ടന്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ക്ലിക്സ്, സ്ലൈഡ് ഷോ, ക്യാപ്ച, നൈറ്റ് ഫാൾ, എൻഗേജ്, പുഷ് ക്ലിക്ക്, വീഡിയോസ്. ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഫൈനലായിട്ടിനകത്തുള്ളത് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ക്യാഷ് വിഡ്രോവൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് പേയ്മെൻറ്റ് സെക്ഷനിൽ പോവുക. നമ്മളെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ പേയ്മെൻറ്റ് മെത്തേഡ് അവരുടെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AirTM, പൈനീർ, ATM, പയ്യർ, ബിറ്റ്കോയിൻ, പേപ്പാൽ. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പേപ്പാൽ ഇപ്പോൾ സർവീസ് ലഭ്യമല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇൻ കേസ് അതില്ലെങ്കിൽ തന്നെ നമുക്ക് AirTM നല്ലൊരു ഓപ്ഷനാണ്. AirTM വഴി നിങ്ങൾക്ക് പേപ്പാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പേപ്പാലിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവുന്ന ഓപ്ഷനാണ്. സോ ഒരു ടെൻഷനും വേണ്ട, ഈസി ആയിട്ട് പൈസ ലഭിക്കുന്ന ഒരു ജെനുവിനായിട്ടുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുക, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഏൺ ചെയ്യുക, നിങ്ങളുടെ സമയം പോലെ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരമെന്ന ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ ഇവിടെ പറയുന്നു. ഒരു പുത്തൻ അടിപൊളി അറിവുമായി ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.